അല്ല, ഇതിനകത്തൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ഒരു 5 മിനിറ്റ് മേളിൽ സംഭാഷണത്തിൽ, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച സ്ട്രെച്ചിൽ ഞാൻ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്തായിരുന്നു? ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുധാകരൻ പറഞ്ഞ നിലപാട് സേനാപതി വേണു അത് തൊട്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ അദ്ദേഹത്തിനോട് ഏതാണ്ടൊരു വെല്ലുവിളിയോടുകൂടി തന്നെ ഇനി ഞാൻ പറയട്ടെ അവിടുത്തെ മിസ്റ്റേക്ക് ആണോ എന്ന് അറിയത്തില്ല, നമ്മുടെ സാങ്കേതിക പ്രശ്നമാണോ. ഒരു 5 മിനിറ്റ് നേരം ഞാൻ എന്താ പറയുക, എനിക്ക് കേൾക്കാൻ പറ്റാതെ വന്നു. പിന്നെ ഞാൻ രണ്ടാമത് കയറിയത് കൊണ്ടാണ്. ഞാൻ ക്ഷമിക്കണം ലാല്, എനിക്ക് ആ സംഭാഷണം കേൾക്കാൻ പറ്റാതെ വന്നു. ഞാൻ അതിനെ കുറിച്ച് മറുപടി പറയാത്തതല്ല. ഒരു 5 കേൾക്കാൻ പറ്റാതെ വന്നു. അതെ. അപ്പൊ എന്റെ പോയിന്റ് ഞാൻ പറയാം. അപ്പൊ ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. ചോദ്യം ഇത്രയാണ്: കെ സുധാകരൻ എന്ന് പറയുന്ന ആള് കോൺഗ്രസിന് അനുകൂലമായ RSSന് അനുകൂലമായ നിലപാടെടുത്തിട്ട് അദ്ദേഹം തിരുത്തിയല്ലോ എന്ന് പറഞ്ഞുള്ളതല്ല. നട്ടലുള്ള കോൺഗ്രസ്സുകാരും ഇത് തെറ്റാണെന്ന് പറയാൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം ഞാൻ മുന്നോട്ട് വെച്ചു. അത് താങ്കൾ കേട്ടില്ല എന്ന് പറഞ്ഞു. കേട്ടില്ല, അതിന് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ചോദ്യത്തിന് മറുപടി സേനാപതി വേണു എന്നുള്ളതല്ല, കേരളത്തിൽ ആരെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സുധാകരനെതിരെ സുധാകരൻ പറഞ്ഞ തെറ്റാണെന്ന് പറയാൻ ചങ്കുറപ്പുള്ള ആരേലും കോൺഗ്രസിനകത്ത് ഇപ്പൊ ഉണ്ടോ എന്നൊരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചു. അടുത്ത സ്ട്രെച്ചിൽ താങ്കൾ അത് പറഞ്ഞാൽ മതി. പിന്നെ താങ്കൾ ഇവിടെ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മറുപടി ഞാൻ പറയാം. നോക്കൂ, എല്ലാം ഇപ്പം CPM നടത്തുന്ന ഒരു പരിപാടിയുടെ അല്ലെങ്കിൽ ഒരു സമരത്തിന്റെ മുന്നിൽ പിണറായി വിജയൻ പോയി നിന്ന് അടി മേടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിലല്ല അത് സംസാരിച്ചത്. പറഞ്ഞതിന് കാര്യം എന്താ? നിങ്ങൾ ഇന്നലെ തിരുവനന്തപുരത്ത് നടത്തിയ സമരത്തിൽ, പ്രക്ഷോഭ അന്തരീക്ഷത്തിൽ കൂടെ കടന്നുപോയ ഒരു സമരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ഈ അടി തുടങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ പോയെന്നേ. അപ്പൊ എനിക്ക് പറയരുതോ അത്? ഞാൻ പറഞ്ഞു, ഞാനും ഈ വൈസ് പ്രസിഡന്റും 2-3 വൈസ് പ്രസിഡന്റുമാരും സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാം കൂടെ നിൽക്കുകയാണ്. ബാക്കി കുറച്ചുപേര് വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയത് കൊണ്ടാണ് ഞാനിത് പറയേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു കണ്ടൻഷൻ ഞാൻ ഫ്രെയിം ചെയ്യുന്നതിന് കാര്യം, അത്ര അവസാന നിമിഷം വരെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അടി തുടങ്ങാൻ നേരത്ത് വീട്ടിൽ പോവാണെങ്കിൽ, 2-3 പേര് മാത്രം വീട്ടിൽ പോവുകയാണെങ്കിൽ, സേനാപതി വേണു മാത്രം DCCയുടെ സമരത്തിൽ വീട്ടിൽ പോവുകയാണെങ്കിൽ അതിനകത്തൊരു കുഴപ്പമില്ലേ? അങ്ങനാണെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് കൃത്യമായി ഇതിനകത്ത് ഇറങ്ങി ഒരു അഭിപ്രായം പറയാനും വിമർശിക്കാനും പറ്റും. അപ്പൊ ഞാൻ ഒന്നുകൂടെ ആ ചോദ്യം വെക്കുകയാണ്: സുധാകരൻ പറഞ്ഞ തെറ്റാണ്, സുധാകരൻ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയാൻ താങ്കൾക്ക് പറ്റുമോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല.